എടി കുഞ്ഞെ, ആ തുണി പോയിട്ട് കഴുകിയിടുന്നേ. നിന്റെ എന്തോരം തുണിയാ കഴുകാൻ കിടക്കുന്നത്. പോയി തുണി നനച്ചിട്ട് ഈ മുഷിഞ്ഞ തുണി ഇങ്ങനെ കൂട്ടിയിടരുതെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? അമ്മ ഇത്തിരി കഴിഞ്ഞിട്ട് കഴുകാമേ. കുറച്ച് താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല, വെയിലുണ്ടല്ലോ വൈകുന്നേരം വരെ. നിന്റെ ആ കുന്തം ഞാനത് എറിഞ്ഞ് ഞാൻ പൊട്ടിക്കും ഞാൻ. ഏത് സമയം അതിനകത്ത് നോക്കി അങ്ങ് ഇരുന്നാ മതിയല്ലോ, വേറെ ഒന്നും അറിയണ്ടല്ലോ. എടുത്തു വെച്ചേ, ഫോൺ എടുത്തു വെച്ചേ. എന്റെ അമ്മ ഒരു 1 മിനിറ്റ്, ഞാൻ കഴുകി ഇട്ടോളാം. ഉം എടി മോളെ, പിന്നെ ബിന്ദു ആന്റിയുടെ മോളുടെ കല്യാണത്തിന് പോകണ്ടേടി കൊച്ചേ? പിന്നെ കല്യാണത്തിന് നമുക്ക് പോകണ്ടേ അടിച്ചു പൊളിച്ച്. പിന്നെ ഉണ്ടല്ലോ, എന്നെ ദിവ്യേച്ചിയും അപർണയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് ഡാൻസ് കളിക്കാന്ന് പറഞ്ഞിട്ട്. ഞാൻ ഡാൻസ് കളിച്ചോട്ടെ, അമ്മയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ? ആ, നീ കളിക്ക്, ഇപ്പൊ ചോദിക്കാനുണ്ടോ? അമ്മയ്ക്ക് എന്തോ ഒരു വിഷമം, എന്തോ സങ്കടമുള്ള പോലെ. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമവും ഇല്ല. എന്താണെങ്കിലും പറയാമേ, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ പരിഹരിച്ചു തരാം. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞു. എടി മോളെ, കല്യാണത്തിന് എല്ലാരും വരുമായിരിക്കും അല്ലേ? നല്ല വിളിയുണ്ട്, കുറെ പേരെ വിളിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു. എല്ലാരും ഉണ്ടാവുമായിരിക്കും, അകന്ന ബന്ധുക്കളടക്കം എല്ലാം വരും. ആ, കല്യാണത്തിന് എല്ലാരും വരും. ഇപ്പം എല്ലാരും ചിന്തിക്കുന്ന ആരാ ഒരു കല്യാണത്തിനോ എന്തെങ്കിലും പരിപാടിക്കോ വിളിക്കുന്നേ നോക്കിയിരിക്കും എല്ലാരും. ഇവിടുത്തെ ഇരിക്കുന്ന നല്ല ഗ്ലാമർ ആയിട്ട് പോകാൻ വേണ്ടിട്ടേ. അതുകൊണ്ട് എങ്ങനെ വിളിച്ചാലും എല്ലാരും വരും. നമ്മുടെ മുഖത്തിന് തീരെ വോൾട്ടേജ് പോരല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇനി കല്യാണത്തിനടുത്ത് സാരി ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ രൂപ 5000 രൂപയുടെ സാരി എനിക്ക് വാങ്ങിയത്. ഞാൻ അന്നേരം പറഞ്ഞു എനിക്ക് ഇത്രയും വലിയ വിലയുടെ സാരി ഒന്നും വേണ്ടെന്ന്. 5000 രൂപയുടെ സാരിയും മേടിച്ചിട്ട് അവള് ചോദിക്കും സാരി ഇഷ്ടപ്പെട്ടില്ലേന്ന്. ഞാൻ ആദ്യമായിട്ട് അത്രയും വിലയുടെ സാരി കൊടുക്കുന്നത്. നീ പോയിട്ട് തുണി നനച്ചിടുന്നുണ്ടോ? ഇനി ഞാൻ പറഞ്ഞ കേട്ടേ നല്ല അടിയം വെച്ച് തരും ഞാൻ, കേട്ടോ. ആ, എന്റെ അമ്മോ, ഞാൻ പോയി കഴുകിക്കോളാം. എന്റെ മാടൻ രമണി, ഇതൊരു ദേഷ്യ. അമ്മേ, ഞാൻ തുണി അലക്കി കഴിഞ്ഞു. ഇനി ഞാൻ പോയി റീല് കണ്ടോട്ടെ. ഫോണ് കൈ കൊണ്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ ഞാൻ കൊത്തും, ഞാൻ പറഞ്ഞേക്കാം. എന്റെ പെങ്കൊച്ചെ, ഏതു നേരം ഈ ഫോൺ നോക്കിക്കൊണ്ടിരുന്ന നിന്റെ കണ്ണും തലയും പോയേലേ. ഷോ, എത്ര കഷ്ടമായത്. അതിന് ഞാൻ എപ്പോഴും ഫോൺ നോക്കുന്നുണ്ടോ? രാവിലെ ഡ്യൂട്ടിക്ക് പോയാൽ വൈകുന്നേരം സമയത്തല്ലേ ഞാൻ ഇവിടെ എത്തുക. പിന്നെ എനിക്ക് എപ്പോഴും ഫോൺ നോക്കാൻ സമയം? ലീവ് കിട്ടുമ്പോഴല്ലേ കുറച്ചു നേരം ഫോണിലൊക്കെ നോക്കിയിരിക്കാൻ പറ്റുള്ളൂ. ആ, പോയി എന്തേലും കാണിക്കും. നിന്റെ കണ്ണും തലയും പോട്ടെ, എനിക്ക് എന്നാ. എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ച് നിനക്ക് ഇച്ചിരി കിടന്ന് ഉറങ്ങാൻ മേലെ? ഏത് നേരം ഈ രാവിലെ മുതൽ വൈകുന്നേരം 7 മണിയാവും ഓഫീസിൽ പോയിട്ട് വരുമ്പോ. ഒരു റെസ്റ്റും ഇല്ല, ഉറക്കവും ശരിയായില്ല. വന്നു കഴിഞ്ഞാലും ഡ്യൂട്ടിയാ. ഇച്ചിരി സമയം കിട്ടുമ്പോ എവിടെ കിടന്ന് ഉറങ്ങാൻ നോക്കുവേ കൊച്ചാ നീ. എന്നോടൊക്കെ പറയാൻ ആരെങ്കിലും കൊണ്ട് പറ്റൂ? അമ്മ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ പിണ്ണാക്ക? പൊക്കെ നീ പോയി റീല് കാണും. എടി പെങ്കൊച്ചെ, കഴിക്കാൻ വേണ്ടേ? എഴുന്നേറ്റ് വന്നേ, ചോറ് കഴിക്കാൻ വാ. അമ്മ എനിക്കിപ്പൊ വിശക്കുന്നില്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഓ, നീ മര്യാദക്ക് എഴുന്നേറ്റ് വന്ന് ചോറ് കഴിക്കുന്നുണ്ടോ? ചോറും ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. എന്താന്ന് വെച്ചാ എടുത്തു വന്ന് കഴിച്ച്. ആ ഫോൺ ആദ്യം എടുത്തു വെച്ച് വാ ഇങ്ങോട്ട് വെച്ച്. ഓഹ് എന്റെ ദൈവമേ, ഈ ഫോണും നോക്കി ഇരുന്നാ പിന്നെ അവക്ക് വിശപ്പും ഇല്ല, അവക്ക് ദാഹവും ഇല്ല, അവളുടെ ആമാശയം ആ നേരത്ത് പ്രവർത്തിക്കത്തില്ല. അങ്ങനത്തിനൊരു പെണ്ണ്. അമ്മ കഴിച്ചു വന്നിട്ട്? ഇനി ഞാൻ കഴിച്ചില്ല, എനിക്ക് വിശന്നിട്ട് വയ്യ. വാന്നേ, ചോറ് കഴിക്കാം. എന്റെ അമ്മയെ, അമ്മ കഴിച്ചാലേ അമ്മയുടെ വിശപ്പ് മാറുള്ളൂ. ഞാൻ കഴിച്ചാലേ എന്റെ വിശപ്പല്ലേ മാറുന്നേ. രണ്ടുപേർക്കും രണ്ട് വായല്ലേ ഉള്ളത്. അമ്മയുടെ വർത്താനം കേട്ടാ വിചാരിക്കും അമ്മയ്ക്കും എനിക്കും കൂടെ ഒരു വായി കൂടെ കഴിക്കുന്നേന്ന്. ഓക്കെ, ഇങ്ങനെ തന്നെ പറയണോടി. അമ്മമാരോട് ഇങ്ങനെ തന്നെ പറയണം. മക്കള് വിശന്ന് കുത്തി ഒരു സ്ഥലത്ത് ഒടിഞ്ഞു തൂങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ചോറ് തൊണ്ടേന്ന് ആവട്ടിറങ്ങോ? ഏറ്റു വായിങ്ങോട്ട്. ഞാനിപ്പോ വന്ന് മാമുണ്ണണം, അത്രയല്ലേ ഉള്ളൂ. ആ, വാ നടക്ക്. ആ, ഞാൻ രണ്ടുപേർക്കുള്ള ചോറെടുത്ത് നോക്കാം, നമുക്ക് രണ്ടുപേർക്കും വേമ്പ. ഓ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ? അല്ല രമണി, നീ നമ്മുടെ സുജാതേനെ കണ്ടായിരുന്നോ? ഇല്ല, എന്താ ചോദിച്ചേ? ആ, സുജാതയുടെ ആങ്ങളയുടെ ഭാര്യയുടെ ചേച്ചിയുടെ മകളുടെ കല്യാണമാ. അതിന് പോണെന്ന് പറഞ്ഞായിരുന്നു. ചിലപ്പോ അതിന് പോയായിരിക്കും. ആ, അത് പറ. അതല്ലേ ഞാൻ 2 പ്രാവശ്യം പോയിട്ടും കാണാത്തത്. എന്നാ കല്യാണത്തിന് പോകുമ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞോ? അതെന്തിനാ നിങ്ങളോട് പറയുന്നേ? എന്റെ പൊന്നു രമണി, എന്റെ കയ്യിൽ നിന്ന് അവളൊരു 25,000 രൂപ കടം മേടിച്ചായിരുന്നു. ചൊവ്വാഴ്ച തരാന്ന് പറഞ്ഞിട്ടാ മേടിച്ചത്. ഞാനാണെങ്കിൽ എന്റെ മകളുടെ കൊച്ചിന്റെ പിറന്നാളാ. അപ്പൊ സ്വർണത്തിനാണെങ്കിൽ ഭയങ്കര വിലയുമല്ലേ. ഒരു കുഞ്ഞു വളയെ കൊടുക്കാന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കാശ് സമ്പാദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സ്വരുക്കുട്ടി വെച്ചതിനകത്ത് 25,000 രൂപയെ എടുത്തു കൊടുത്തത്. നീ ഇപ്പോൾ കാശുമായിട്ട് മുങ്ങിയോ? വരിക? ഇങ്ങോട്ട് തന്നെ വരും. ഇങ്ങോട്ട് വരാതെ പിന്നെ എങ്ങോട്ട് പോകാനാ? എന്തായാലും വരും. അപ്പൊ എന്നാ വരുന്നേന്ന് അറിയത്തൂല, വിളിച്ചു നോക്കേണ്ടി വരും. ഇതാ പറയുന്ന, ഒരാൾക്ക് 1 രൂപ കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും അവരെ നമുക്ക് ശത്രുക്കളാക്കേണ്ടി വരും. പൈസ ചോദിച്ചു വരുമ്പോ അയ്യോ 10 രൂപ തികച്ചെടുക്കാനില്ലടി എന്ന് പറയുവാണെങ്കിൽ അന്നേരം ഉള്ള ഇഷ്ടക്കേടെ ഉള്ളേ. ഇതിപ്പോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തിരിച്ചു തന്നില്ലെങ്കിൽ പിന്നെ ആജീവനാന്ത ശത്രുക്കളായി. കൊടുക്കാതിരിക്കുവോ വേറെ?
അത് ചേച്ചി പറഞ്ഞത് സത്യമാ, 100% സത്യമായ കാര്യമാണ് അത്. കൊടുത്തില്ലെങ്കിൽ പിന്നെ അന്നേരം ഉണ്ടാവുന്നൊരു ദേഷ്യം ഉണ്ടാവുള്ളൂ. ഓ എന്റെ ദൈവമേ, നീ ഒരു കാര്യം ചെയ്യണം. അവളുടെ തലവെട്ട അവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു പറയണേ. അടുത്ത ആഴ്ച കൊച്ചിന്റെ പിറന്നാളാന്നേ. ശ്ശ്, ഞാൻ ആഗ്രഹിച്ചത് അതിനൊരു വള കൊടുക്കണമെന്ന്. പറയണം കേട്ടോ. ആ ഞാൻ അവള് വരുവാണെങ്കിൽ ഞാൻ എന്തായാലും വിളിച്ചേക്കാം കേട്ടോ. വിളിച്ചേക്കാം. ആ ആ 2 ആഴ്ച കഴിയുമ്പോഴേ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. മൂവാറ്റുപുഴയിലാ. അതുകൊണ്ട് ഇപ്പം തലേദിവസം പോകേണ്ടി വരും. എന്റെ ഒരു ബന്ധത്തിലുള്ളതാ. അതൊന്നും സാരമില്ല. എന്റെ കല്യാണത്തിന് 1.5 മാസത്തെ സമയം ഇനിയുണ്ട്. ദേ ഇവളെയും ഹസ്ബൻഡിനെ മാത്രം വിട്ടാ പോരാ, അമ്മേനെ കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്ന് കല്യാണം വിളിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഫോൺ ചെയ്യുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അമ്മ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, എന്തായാലും വരണം. നോക്കാം മോളെ, നോക്കാം. പിന്നെ മോള് ചോറ് കഴിച്ചായിരുന്നോ? കഴിച്ചാൻറ്റി. ഞാനേ കട്ട ഡയറ്റിങ്ങിലാ. ഈ തടി എങ്ങനെയും ഒന്ന് കുറയ്ക്കാൻ വേണ്ടിട്ടേ, കല്യാണം ആകുമ്പോഴത്തേക്കും. അതുകൊണ്ട് എനിക്ക് ഒന്നും കഴിക്കാൻ എടുക്കരുത് കേട്ടോ, ഒന്നും വേണ്ട. കൊള്ളാം. പട്ടിണി കിടന്നോണ്ടാണോ ഡയറ്റിങ് എടുക്കുന്നത്? വല്ല അസുഖവും വരും കേട്ടോ. ഇല്ല ആന്റി, അങ്ങനെയൊന്നും ഇല്ല. ഞാൻ അത്യാവശ്യത്തിന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ആയിരിക്കുന്ന സാധനത്തിനെ കണ്ടോ, ഒരു ദിവസം ലീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കും. അവക്കൊന്നും കഴിക്കാനും വേണ്ട, ഒരുവിധ പണിയും ഇടിക്കുകയില്ല. ഇങ്ങനെ ആ ഫോൺ നോക്കി ഒരു തരം ഇരിപ്പാണ്. ഞാൻ നല്ല വഴക്ക് പറയും എന്നിട്ട്. ഇല്ലടി, ഞാൻ രാവിലെ മുറ്റം ഒഴിച്ചു, തുണിയും നനച്ചിട്ടു. ഞാൻ വെറുതെ പറയുന്നതാ. അയ്യോയ്യോ, ഉവ്വ ഉവ്വ, വലിയ കാര്യമായി പോയി. ഈ വീട്ടിൽ അധികം പണിയൊന്നും ഇല്ല മോളെ. എങ്ങനെയൊക്കെ എന്നാക്കെ തലകുത്തി നിന്നാലും ഒരു 9-10 മണിയാകുമ്പത്തേക്ക് ഇവിടുത്തെ പണിയെല്ലാം കഴിയും. വലിയ പണിയൊന്നും ഇല്ല. നിന്റെ ഫ്രണ്ടിന് എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും ആക്കി കൊടുക്കും മോളെ. എഴുന്നേറ്റേ വാ. അമ്മ അതിന് അവക്കൊന്നും വേണ്ടാന്ന് നമ്മള് പറഞ്ഞില്ലേ? അല്ലേടി? കണ്ടോ, ഒരൊറ്റ അടി ഞാൻ വെച്ച് തരും കേട്ടോ. മോളിരിക്കാം, അമ്മ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാം. അയ്യോ വേണ്ടമ്മേ. വേണം അമ്മേ, അവിടെ ഇരിക്കേ. എടി, നിന്റെ അമ്മായിയമ്മ ഭയങ്കര സാധനാന്ന് തോന്നല്ലോ. നിന്നെ എന്റെ മുന്നിലൊക്കെ വെച്ചിട്ട് വഴക്ക് പറയുന്നു, പിന്നെ നിന്റെ കുറ്റങ്ങൾ പറയുന്നു. എന്റെ മുന്നിൽ വെച്ചിട്ടേ ഇങ്ങനെയാ. അപ്പൊ അല്ലാത്തപ്പൊക്കെ നിന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു തോന്നല്ലേ? ഒരുമാതിരി ഈ സീരിയലിലൊക്കെ കാണുന്ന പോലെ. എനിക്കാണ് ഇതൊക്കെ കണ്ടിട്ട് കല്യാണം കഴിക്കാൻ പേടിയാവുവാടി. എന്താ നിന്റെ അമ്മ നിന്നെ വഴക്ക് പറയൂ? എന്റെ അമ്മ എന്നെ വഴക്ക് പറയാന്നോ? ഓടിച്ചിട്ട് അടിക്കൂടി ഇപ്പോഴും. പിന്നെ നീ പണിയൊന്നും എടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയൂ. 24 മണിക്കൂറും എന്റെ കുറ്റം പറയാനേ എന്റെ അമ്മയ്ക്ക് നേരം ഉള്ളൂ. ഈ സീരിയലില് അമ്മ മക്കളെ വഴക്ക് പറയുന്ന സീനും ഉണ്ടല്ലോ. പിന്നെ ഈ അമ്മായിയമ്മ പറയുമ്പോ മാത്രം എന്താ ഇത്ര വലിയ കുഴപ്പം? നമ്മുടെ അമ്മ വഴക്ക് പറയുന്ന പോലെ തന്നെ നമ്മൾ വിചാരിച്ചാ പോരെ? അതെയല്ലേ. അവര് വഴക്ക് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവരൊരു ശത്രുക്കളെ പോലെ കാണാണ്ട്, നമ്മുടെ അമ്മമാര് നമ്മളെ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവരെ നമ്മള് ശത്രുവായിട്ട് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളപ്പോ അങ്ങനെ അമ്മ പറയുന്ന പോലെ അങ്ങ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരും നമ്മളെ സ്വന്തം മോളെ പോലെ തന്നെ കാണും. വേറെ ഒരു പ്രശ്നം ഉണ്ടാവൂല. നീ പറഞ്ഞത് ശരിയാ. മിക്ക വീട്ടിലും ഈ അമ്മായിയമ്മ ചെറുതായിട്ടൊരു തെറ്റ് ചൂണ്ടി കാണിച്ചാൽ മതി, പിന്നെ അവരുടെ ദേഷ്യായി, മിണ്ടാതിരിക്കലായി. അവരായിരിക്കും പിന്നെ ഏറ്റവും വലിയ ശത്രു. സ്വന്തം അമ്മ കുനിച്ചു നിർത്തി കൂമ്പിരട്ടി ഇടിച്ചാലും ഒരു കുഴപ്പമില്ല. നീ പറഞ്ഞത് ശരിയാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ പിന്നെ അല്ലാതെ, അവരും അമ്മയല്ലേ, അവർക്കും അമ്മയുടെ മനസ്സ് തന്നെയാടി. ഈ അമ്മായിയമ്മ ഈസിക്കൽ ടു ശത്രു എന്ന് കാണാതിരുന്നാൽ മാത്രം മതി, വേറെ ഒരു കുഴപ്പമില്ല. ഞാൻ എന്നെ എന്ത് വഴക്ക് പറഞ്ഞാലും ഞാൻ പിന്നെ കൊഞ്ചിക്കൊണ്ടേ ചെല്ലും. എന്റെ അമ്മയുടെ അടുത്ത് ഞാൻ അങ്ങനെ, എന്റെ അമ്മായിയമ്മയുടെ അടുത്ത് ഞാൻ അങ്ങനെ തന്നെയാ. അത്രേ ഉള്ളൂ. ഇവരെ സ്വന്തം അമ്മേനെ പോലെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മളെ താടാ, വെള്ളം താടാ. എന്നാ, താങ്ക് യു. മടിച്ചിക്കോളാം. ഞാനും അവളും പണ്ട് തൊട്ടേ ഭയങ്കര ഫ്രണ്ട്സാ. പിന്നെ ഒരുമിച്ചായിരുന്നു പോക്കും വരവും, സ്കൂളിലും കോളേജിലും ഒക്കെ. ഭയങ്കര കുറുമ്പിയാ അന്നേരെ. അമ്മയുടെ അടുത്ത് ഭയങ്കര കുറുമ്പാ തോന്നല്ലേ? അയ്യോ പാവമാ, വെറും പാവമാ. 2 ദിവസത്തേക്കെങ്ങാനും അവള് വീട്ടിലേക്ക് പോയാൽ പിന്നെ എനിക്ക് ആകെ ദിവസവും പോയേലാ, മണിക്കൂറും പോയേലാ. പിന്നെ ഞാൻ തിരിച്ചു വിളിക്കാം, എന്റെ കുഞ്ഞെ ഒന്ന് വാന്നും പറഞ്ഞിട്ട്. എനിക്കിപ്പോ അവള് വന്നേ പിന്നെ ഒരു കൂട്ടുകാരിനെ കിട്ടിയ പോലെയാ. മോളെയും കിട്ടി, കൂട്ടുകാരിനെയും കിട്ടി. സ്വന്തമായിട്ടൊരു മോളും ഇല്ലല്ലോ. എല്ലാ കാര്യങ്ങളും പറയോ എടുക്കോ ഒക്കെ ചെയ്യാൻ ഒരാള്. അമ്മേ, ഞാൻ ഇവളെ അങ്ങോട്ടൊന്നും കൊണ്ടാക്കിയിട്ട് വരാവേ. ആ ചെല്ലി ചെല്ലി. ദേ അമ്മ, ഇവക്ക് നന്നായിട്ട് തടി കൂടിയിട്ടുണ്ട് കേട്ടോ. ഇവള് ഭയങ്കര പെൻസിൽ പോലെ ഇരുന്നതല്ലേ. 4 മാസം 5 മാസം ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പത്തേക്കും നോക്കിക്ക് ഭയങ്കരമായിട്ട് വണ്ണം വെച്ചു. ഞാൻ പിന്നെ പണ്ടേ നടിച്ചിയാ. എന്റെ പൊന്നു കുഞ്ഞെ, കഴിച്ചിട്ടൊന്നും അല്ല, ഭക്ഷണം കഴിച്ചിട്ടൊന്നും അല്ല ഈ തടി വെക്കുന്നത്. ഭക്ഷണം രാവിലെ തന്നെ പിന്നെ ഞാൻ പുറകെ നടന്ന് വാരി കൊടുക്കണം. അവളല്ലെങ്കിൽ അതും കഴിക്കാതെ പോകും. അന്നേരം എക്സ്ട്രാ ടേസ്റ്റാ, അതുകൊണ്ടല്ലേ. പോട്ടെ. വാ. പോട്ടെ അമ്മ. അടി.
എന്താടി ഒന്നും മിണ്ടാത്തെ മൂന്നും പറഞ്ഞിരിക്കുന്നേ? കൈ നീട്ട്. കാലാ നീട്ടുന്നേ. പൊക്കെ ഇവിടുന്ന് പോയി വിലയെടുത്ത് കഴിക്ക്. കൈ നീട്ടുന്നുണ്ടോ? നളിനി ആന്റിക്ക് പണയം വെക്കാൻ കൊടുത്ത മാല. ഞാൻ അമ്മയുടെ ആരാ? എന്റെ മരുമോള്. എന്തോന്ന്? അല്ല, അമ്മയുടെ മോള്. എന്നിട്ട് എന്നോട് എന്താ പറയാതിരുന്നത്? ഇലയും മുള്ളും വേരും കായും നാട്ടിൽ നടക്കുന്ന എല്ലാം അങ്ങനെ എല്ലാം എന്നോട് പറയുന്നതല്ലേ. എന്നിട്ട് ഇത് മാത്രം എന്താ പറയാതിരുന്നത്? പേടിച്ചിട്ടാ മോളെ അമ്മ പറയാതിരുന്നത്. 1 വർഷമായി അവക്ക് ഇത് പണയം വെക്കാൻ കൊടുത്തിട്ട്. 2 മാസം കൊണ്ട് എടുത്തു തരാൻ അമ്മയോട് വാക്ക് പറഞ്ഞിട്ട് കൊടുത്തതാ. എടുത്തു തരുമല്ലോ. പിന്നെ നിങ്ങളോട് പറയാൻ അമ്മയ്ക്കൊരു പേടിയുമായിരുന്നു. അങ്ങനെ 2 മാസം 3 മാസം 6 മാസം കഴിഞ്ഞ് ഇപ്പൊ 1 വർഷമായിട്ട് എടുത്തു തരാതായപ്പം മോളിടയ്ക്കിടയ്ക്ക് മാല എന്തിയെന്ന് ചോദിക്കുമ്പം ഇടുന്നില്ല, ചൂടല്ലേ എന്നൊക്കെ പറഞ്ഞ അമ്മ ഒഴിഞ്ഞു മാറിയതാ. പേടിച്ച് പേടിച്ചിരിക്കുവായിരുന്നു അമ്മ. ഇതിപ്പം അവൾ എടുത്തു തന്നാണോ? അവരെടുത്തു തന്നൊന്നുമല്ല, ഞാൻ എടുത്തതാ. കല്യാണത്തിന് പോണ്ടേ? അമ്മ ഫോണിൽ നളിനിയോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു. എന്തോ പ്രശ്നം അമ്മയ്ക്കുള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അമ്മേനെ വാച്ച് ചെയ്തത്. അങ്ങനെ ഞാൻ നളിനി ആന്റിനെ കണ്ടു, ചീട്ട് വാങ്ങി മാല എടുത്തു. അവള് കാശ് തരുമായിരിക്കുമല്ലേ? പൈസ തന്നില്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ എനിക്കറിയാം. അതൊക്കെ പറഞ്ഞിട്ട് തന്നെ ഞാൻ ചീട്ട് വാങ്ങി മാല എടുത്തോണ്ട് വന്നത്. മോളെ അവനോട് പറയരുത്. അവൻ അമ്മേനെ എന്തേലുമൊക്കെ പറയും, അമ്മയ്ക്ക് പേടിയാ. ഞാൻ പറയുന്നില്ല. ഈ രഹസ്യം എന്റെ കൂടെ തന്നെ മണ്ണടിയട്ടെ. പേടിക്കണ്ട. ഇനി ഒരിക്കലും അമ്മ ഇങ്ങനെയൊന്നും ചെയ്യാല കേട്ടോ. എന്തുണ്ടെങ്കിലും എന്റെ മോളോട് പറഞ്ഞിട്ടേ അമ്മ ചെയ്യുള്ളൂ. ഇത് അമ്മയ്ക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അവള് കരഞ്ഞു കാണിച്ചപ്പോഴേ അമ്മ അങ്ങ് കൊടുത്തുപോയി. ഇനിയിപ്പൊ അത് ഓർത്ത് ഇങ്ങനെ കുറ്റബോധം കൊണ്ട് മനസ്സ് വിഷമിച്ചൊന്നും ഇരിക്കണ്ട. അമ്മ ഹാപ്പി ആയിട്ടിരുന്നാ മതി. എനിക്ക് അമ്മയുടെ മുഖം ചെറുതായിട്ടൊന്ന് വാടിയാൽ തന്നെ എനിക്ക് എന്തോ പോലെയാ. അതുകൊണ്ടല്ലേ. സാരമില്ല.